Ready? 1, 2, 3, start. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. എന്തായാലും എന്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നതാണ്. ഈ ക്രിസ്മസ് ഫംഗ്ഷനിലേക്ക് ഞങ്ങളെ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൂട്ടിയ, അതിന് നേതൃത്വം വഹിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നല്ലൊരു പാട്ടൊക്കെ പാടി എല്ലാവരെയും കോർഡിനേറ്റ് കൊണ്ടുവന്നത് വൈസ് പ്രസിഡന്റ് ആണ്. അവർകളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചെയർപേഴ്സൺ, സെക്രട്ടറി, മറ്റ് മെമ്പർമാർ, CDS അംഗങ്ങൾ, മറ്റ് നമ്മുടെ പഞ്ചായത്ത് നിർവഹണ ഉദ്യോഗസ്ഥർ, ഡോക്ടർ, വിഒമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, CDS മെമ്പർമാർ, മറ്റ് സഹമെമ്പർമാർ, ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രസിഡന്റ് വളരെ ശ്രുതിമധുരമായി ഒരു ഗാനം ആലപിച്ച് യോഗം ഉദ്ഘാടനം ചെയ്യുമെന്ന്, തുടർന്ന് നമ്മുടെ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ യോഗം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ വെള്ളാട് ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും ആദരണീയനായ പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ അവരുടെ ഏറ്റവും സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു. നമുക്ക് ശൈശവമുണ്ട് എന്നുള്ളത് പോലെ തന്നെ നമുക്ക് വാർദ്ധക്യമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ശൈശവകാലത്ത് നമ്മൾ സംരക്ഷിക്കുന്ന ആരാണോ, വാർദ്ധക്യകാലത്ത് അവർ സംരക്ഷിക്കുന്ന നമ്മളാണ് എന്നുള്ള ഒരു ഓർമ്മ ഈ ഒരു ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ഓർത്ത്, അതിലൂടെ നമ്മൾ ഈ വചനം ഉൾക്കൊണ്ടുകൊണ്ട്, ആ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് തിന്മയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായി മാറട്ടെ ഈ ക്രിസ്മസ് ആഘോഷത്തോടൊപ്പം തന്നെ വരുന്ന 2025 പുതുവർഷവും നമുക്ക് ഏവർക്കും ഗുണകരമായി തീരട്ടെ. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെതായിട്ടുള്ള ക്രിസ്മസ് ആഘോഷ പരിപാടി ഞങ്ങളുടെ എല്ലാവരും അനുഭവത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്യാം. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം പ്രസിഡന്റ് ഫ്രണ്ടിനെ കൂടെ കണ്ടെത്തുന്നു. അതിനുശേഷം നമ്മുടെ വൈസ് പ്രസിഡന്റ് നമുക്ക് ആശംസാ സന്ദേശം നൽകുന്നു. എന്തായാലും കൊള്ളാം, വെറൈറ്റി ആയിട്ട് പ്രസിഡന്റ് ചിന്തിച്ചു. പ്രസിഡന്റിന്റെ ഫ്രണ്ട് ആകാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഭാഗ്യവാനോ ഭാഗ്യവതിയോ ഇതാരായിരിക്കുന്നു നോക്കാൻ നമുക്ക്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തപ്പിയെടുക്കുകയാണ് ആളെ കണ്ടെത്താനായിട്ട്. എല്ലാവരുടെയും മനസ്സ് ഞാനായിരിക്കുമോ, ഹൃദയം ഇങ്ങനെ സ്പന്ദിക്കുകയാണ്. അയ്യോ, ഇത് വലിയ ചതിയായി പോയി. പ്രസിഡന്റ് വാർഡിലെ CDS അംഗത്തെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സോറി, CDS അല്ല, ADS പ്രസിഡന്റ് ബസീലിയാണ്. നമ്മുടെ ബസീൽ വിറച്ച് മുറിച്ച കേക്കുകൾ അത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. ധൈര്യമായിട്ട് എടുത്ത് പ്രസിഡന്റ് നൽകുക. കൈകൊണ്ടെടുക്കുക. നമ്മുടെ പ്രസിഡന്റ് ഗിഫ്റ്റ് ഇപ്പോൾ നമ്മുടെ ബസീലിക്ക് കൈമാറുന്നു. വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ നമ്മുടെ പങ്കുവെച്ച ബഹുമാനമുള്ള പ്രസിഡന്റ് ഹൃദ്യമായ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി ഒരു ആശംസാ സന്ദേശം നൽകുന്നതിനായി വെള്ളാട് ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും ആദരണീയനായ വൈസ് പ്രസിഡന്റ് ശ്രീമതി സർല വിൻസെന്റ് അവരുടെ ഏറ്റവും സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു. ഈ 2024 ഈ ഡിസംബറിലെ ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായി നമുക്ക് ഓർത്തു വയ്ക്കാനും ഓമനിക്കാനുമുള്ള ഒരു അവസരങ്ങളായി മാറട്ടെ. നല്ല ഒരു ക്രിസ്മസ് ആഘോഷം നമ്മുടെ ഭവനങ്ങൾ ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഭക്ഷണമൊക്കെ ക്രമീകരിച്ച ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഈ വർഷം സന്തോഷത്തിന്റെ, സമ്പൽ സമൃദ്ധിയുടെ, സമാധാനത്തിന്റെ ഉണ്ണീശോ നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലും
പിറക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ച് നല്ലൊരു പുതുവർഷത്തിന്റെ സന്തോഷത്തിന്റെ ഒരു വർഷമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു ക്രിസ്മസ് ഫ്രണ്ടിനെ എടുത്തില്ല, പിന്നെ വൈസ് പ്രസിഡന്റ് ക്രിസ്മസ് ഫ്രണ്ടിനെ എടുത്തിട്ട് അടുത്ത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ഒരു നല്ലൊരു സന്ദേശം നൽകും. പ്രസിഡന്റ് സെക്രട്ടറി വേറെ എന്തെങ്കിലും പരിപാടിക്ക് ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ എന്തായാലും വൈസ് പ്രസിഡന്റ് ഇപ്പോൾ ക്രിസ്മസ് ഫ്രണ്ടിനെ എടുക്കുന്നു. ക്രിസ്മസ് ഫ്രണ്ടിന് വൈസ് പ്രസിഡന്റ് കേക്കും ഓക്കെ ആശ വെറും ആശ. ആശയുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൈവക്കാൻ പരിഹാരം ഉണ്ടാക്കാം. ഒരാശയുള്ളൂ. അപ്പൊ നമ്മുടെ ബഹുമാനമുള്ള വൈസ് പ്രസിഡന്റ് സമ്മാനം നൽകി കഴിഞ്ഞു. ഇനി നമ്മുടെ സെക്രട്ടറി അടുത്ത് നമുക്ക് നല്ലൊരു കഥ പറയുമെന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. പ്രസിഡന്റ് പറയുമെന്നാണ് സെക്രട്ടറി പറഞ്ഞ് തെറ്റിപ്പോയെന്നാണ്. അപ്പൊ എന്തായാലും ആശംസാ സന്ദേശത്തിനായി ഏറ്റവും സ്നേഹബഹുമാനമുള്ള സെക്രട്ടറി ക്ഷണിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ക്രിസ്മസ് ആശംസയും പുതുവത്സരാശംസയും നേരുന്നു. അടുത്തതായി സെക്രട്ടറി തന്റെ ഫ്രണ്ടിനെ കണ്ടെത്തുകയാണ്. ശ്രീദേവി ജി നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ലീഡറാണ്. പിന്നെ അടുത്ത് ശ്രീദേവി തന്റെ സെക്രട്ടറി സമ്മാനം നൽകുന്നു. ഒപ്പം ശ്രീദേവി തന്റെ ഫ്രണ്ടിനെ കണ്ടെത്തുന്നു. അപ്പം ശ്രീദേവി തന്റെ ഫ്രണ്ടിനെ കണ്ടെത്തുന്നു. മൂന്ന് കഴിയാൻ വേണ്ടി ശ്രീദേവി ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് ആകെ പെട്ട് നിൽക്കുകയാണ്. ഇതാണ് വലിയൊരു ടാസ്ക്. അപ്പൊ ശ്രീദേവിക്ക് വേണ്ടിയിട്ട് ഞാനൊരു തുണ്ടെടുത്ത് കൊടുക്കാം. അതല്ലേ നല്ലത്? പെട്ടുപോയി. ശ്രീദേവി എടുത്തെന്ന് വിചാരിച്ചോണേ. എന്റെ പേരൊന്നും ആയിരിക്കല്ലേ. പുഷ്പലീല എൽ. പുഷ്പലീല എല്ലാണോ ഹെച്ചാണോ? പുഷ്പലീല വന്നു. ഫെമിക്ക് കേക്ക് കൊടുക്കാൻ പുഷ്പലീല മറന്നുപോയെന്നാണ് തോന്നുന്നത്. ഫെമി സ്വന്തമായിട്ട് മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ആരെങ്കിലും നമ്മുടെ ഫ്രണ്ടിനെ കണ്ടെത്താൻ പേരെഴുതിയിടാനുണ്ടെങ്കിൽ ദയവായിട്ട് പേരെഴുതിയിടുക. അപ്പൊ ദീപ തന്റെ ഫ്രണ്ടിനെ കണ്ടെത്തുകയാണ്. ബിന്ദു മധു വളരെ പുഞ്ചിരിയോടുകൂടെയാണ്. അപ്പം പ്രിയമുള്ളവരെ, സമയം പോകുന്നു. അതിനാൽ തന്നെ കേക്ക് എല്ലാവർക്കും കട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടിനെ കണ്ടെത്തുന്നു. സമ്മാനങ്ങൾ കൈമാറുകയാണ്.
നമ്മുടെ ബിന്ദു തന്റെ ഫ്രണ്ടിനെ ബീന ബീന ഫുട്ബോൾ ബീനയുടെ എണ്ണം കൂടിയതാകെ പ്രശ്നമാണ്. ഏറ്റുവാങ്ങുക. ബീന തന്നെ ഫ്രണ്ടിനെ കണ്ടെത്തുന്നു. മഞ്ചുള. കൃഷ്ണപുരത്തുള്ള ബീന കൃഷ്ണപുരം മഞ്ചുളയെ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ മഞ്ചുള തന്റെ ഫ്രണ്ടിനെ കണ്ടെത്തുന്നു. അയ്യോ, സാറിങ്ങനെ താമസിച്ച് വന്നാൽ നേരത്തെ പോകണമെന്നാണ്. അതുകൊണ്ട് തന്നെ സാറിന്റെ ഫ്രണ്ടിനെ കിട്ടിയിരിക്കുന്നു. അപ്പൊ സാറിന്റെ ഫ്രണ്ടിനെ ഇനി കണ്ടെത്താം. സിന്ധു കെ, കാക്കദൂക്കിയിലെ ഹരിതകർമ്മ സേനാ അംഗം. എല്ലാവരും സമ്മാനങ്ങളൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് റെഡിയായി നിൽക്കുക. എന്റെ പേരായിരിക്കും അടുത്ത് വിളിക്കുന്നത് എന്ന ആകാംക്ഷയോടുകൂടെ. അപ്പം സിന്ധുവിന്റെ ഫ്രണ്ടിനെ കണ്ടെത്തുക. ശ്രീകല മെമ്പർ. ആ മെമ്പർ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പ്രസിഡന്റ് സങ്കടമായി. വൈസ് പ്രസിഡന്റ് ഫ്രണ്ട് പ്രാവശ്യം മാറി പിടിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ശ്രീകല മെമ്പർ തന്റെ ഫ്രണ്ടിനെ കണ്ടെത്തുന്നു. പ്രതി വരിക. സാറിന് വേണ്ടിയിട്ട് ഇവിടെ ഫ്രണ്ട് കാത്തു നിൽക്കുകയാണ്. ഇവര് നേരത്തെ പറഞ്ഞു വെച്ച് യൂണിഫോം ഇട്ടോണ്ടാണ് വന്നത് കേട്ടോ. അപ്പൊ സാറ് ഫ്രണ്ടിനെ കണ്ടെത്തുക. പ്രഭകുമാരി കൂതാളി വാർഡിലെ. ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. പ്രഭ ചേച്ചി തന്റെ ഫ്രണ്ടിനെ കണ്ടെത്തുന്നു. സിന്ധു വി. സിന്ധുവിന്റെ ഫ്രണ്ടിനെ നമുക്ക് കണ്ടെത്താം. പ്രസാദ്. ഷാജിനി. കിട്ടിയിരിക്കുന്നത് നമ്മുടെ പ്രസാദിന് കഴിഞ്ഞ വർഷവും ഭാര്യയ്ക്കുള്ള സമ്മാനമാണ് കിട്ടിയത്. ഷാജിനി നമ്മുടെ ലീല മെമ്പർ തന്റെ ഫ്രണ്ടിനെ കണ്ടെത്തുന്നു. ലത എസ്. കൈകളൊന്ന് അടിച്ച് പ്രോത്സാഹിപ്പിക്കാം. അപ്പൊ അജികുമാരി. അടുത്തതായി അജികുമാരി തന്റെ ഫ്രണ്ടിനെ കണ്ടെത്തുന്നു.
സജീവണ്ണൻ ഓടി വരിക. എന്റെ ഫ്രണ്ടിനെ കാത്തുകൊണ്ട് നിൽക്കുകയാണ്. ഉപയോഗമുള്ളതാണോ ഉദ്ദേശിച്ച സാധനം ആയിരിക്കില്ല. സജീവണ്ണൻ തന്റെ ഫ്രണ്ടിനെ കണ്ടെത്തുന്നു. കയ്യൊക്കെ വിറയ്ക്കുന്നു. സിന്ധു യെസ്. സൗമ്യ 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 പി. ഓടിയാ ചേച്ചി പ്രതീക്ഷ സൗമ്യയുടെ സുനിത ആർ എസ്. സുനിത ആർ എസ്. അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ബീന ബി. ഓടിയാ ഇവിടെ ഞങ്ങൾ എവിടെ പോണേ ഇവിടെ സമ്മാനം കൊടുക്കുന്നു. ചിത്രലേഖ. ചിത്രലേഖ ഈ പരിസരത്ത് ഇവിടെ തന്നെ ഉണ്ട്. രജിത ഓടുക. സമയം രജിത വന്നത് ഷീബ യെസ്. ഷീബ ഷീബ വന്നത് രത്നകുമാരി. സമ്മാനം. ഷെറിൻ കൈകൾ വീശി കടന്നു വരികയാണ്. സുമ. ഉണ്ടാ ഓടി വാ സുമ. അമ്പിളി പഞ്ചാവുഴി. അമ്പിളി പഞ്ചാവുഴി. പേരുണ്ട്. ഷാനി
ഷഹീൻ ഇത് ശരിയായില്ല. ഫിലോമിന മെമ്പർ. ബിനുകുമാരി കരിക്കമ്മൻകോട്. ക്രിസ്മസിന് ഇറച്ചിയൊക്കെ വെക്കാൻ പറ്റിയ വലിയ അണ്ടാവൊക്കെ. സോറി, അണ്ടാവല്ലല്ലോ, ഉരുളി പോയി. മെർലിൻ ജോയി. ഷീല ഓറ്റി മെമ്പർ. ഷീലാവറ്റിക്ക് ഒരു കൂട്ടുകൂടാം. റോസ്മേരി. കൊള്ളാം. ഇവിടെ 2-3 പേര് അങ്ങനെ വന്നിട്ടുണ്ട്. സെൽവി. ഷീജ വിൻസെന്റ്. ഇവിടെ ബിമി. ഷീജ വിൻസെന്റ് മെമ്പറിന്റെ ഫ്രണ്ടിനെ. നിവിൻ, നമ്മുടെ തൊഴിലുറപ്പ് സെക്ഷന്റെ തലവൻ. പിടികൂടി അതിലേ വന്നു. സമ്മാനം ചുമക്ക ആളാണെങ്കിൽ ഇവിടെ ആകെ കൺഫ്യൂഷനാണ്. ഗിരിജാസി. നമ്മുടെ പ്രസിഡന്റ് വാർഡിലെ CDS അംഗമാണ്. ഓണൊക്കെ ചേച്ചി ഒന്ന് ഇവിടെ ഇങ്ങോട്ട്. വിജി മെമ്പർ. നീതി വാർഡ് മെമ്പർ ശ്രീമതി വിജി. പ്രസിഡന്റിനെ തന്നെ ശിഷ്യയെ തന്നെ കിട്ടിയിരിക്കുന്നു. അല്ല, സോറി, ശിഷ്യക്ക് തന്നെ ഗുരുനാഥനെ തന്നെ
അപ്പോൾ ഇവിടെ അടുത്ത ഒരു സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ കൂതാളി വാർഡ് സോറി പ്രിയമുള്ളവർ പുതുവത്സര ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയന്തിക്കാണ് കൂതാളി ഷാജി മെമ്പറുടെ ഫ്രണ്ടായി ലഭിച്ചത്. അയൽക്കാരാണ്. ഹാപ്പി ക്രിസ്മസ്. സജികുമാരി നമ്മുടെ പഞ്ചായത്തിന്റെ സ്റ്റാഫാണ്. സജി ചേച്ചിയാണ് ജയന്തി മെമ്പർക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു വലിയ സമ്മാനം ചുമന്നു കൊണ്ടുപോകാൻ ആരെങ്കിലും വിളിക്കണം. സമയം വിലപ്പെട്ടതാണെന്ന് ചേച്ചി കാണിച്ചു തന്നിട്ടുണ്ട്. സിന്ധു അതിജീവൻ സമയം നോക്കി വേണം ഇനി എല്ലാവരും പോകാൻ. ഡാനിയേൽ വാർഡിലെ പുതിയ ജനപ്രതിനിധിയാണ്. പഞ്ചായത്തിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ആഘോഷമാണ്. നമ്മുടെ അഖില മെമ്പറിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടോ? ബീന സുനിൽ. ഡോക്ടർ ശാലിനി ആയുർവേദ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഡോക്ടറിന്റെ ഫ്രണ്ട് നമ്മുടെ പുതിയ ഓഫീസറാണ്. ഞാൻ ഓഫീസറായിട്ട് ഒരു ഡാൻസ് കളിക്കാന്നൊക്കെ ആലോചിച്ചതാണ്, പക്ഷെ പിടി തന്നില്ല. കാരണം എപ്പോഴും ചിരിച്ചുകൊണ്ട് നിന്ന് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് ഇവിടെ. അത് പ്രശ്നമായി. ബാക്കി ആരും ചിരിക്കുന്നില്ല എന്നാണ് ചോദിച്ചത്. ഇത് വനിതകളുടെ അവസരമാണ്. ഷൈജു സിദ്ധാർത്ഥ്. പുഷ്പലത ജി. പള്ളിമൂട് ഷാജി മെമ്പർ കടന്നു വരേണ്ടതാണ്. അപ്പോ അടുത്തൊരു സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത് എവിടെ നിന്ന് തുടങ്ങാം? ഇവിടെ സ്റ്റേജിലിരിക്കുന്ന ആരെങ്കിലും സമ്മാനം? ശ്രീധരൻ ഗിഫ്റ്റ് കൊണ്ടുവാ. നല്ല ശ്രുതിമധുരമായി ഗാനം ആലപിക്കുന്ന പറയൂ നീ ഇളം പൂ. നമ്മുടെ സർല വിൻസെന്റ് വൈസ് പ്രസിഡന്റാണ് തന്റെ ഫ്രണ്ടായിട്ട് കിട്ടിയിരിക്കുന്നത്.
നമ്മുടെ പ്രതീക്ഷ സാറിൽ നിന്നും അടുത്ത് തുടങ്ങാമെന്ന് കരുതുന്നു. ഈ ദിവസങ്ങളിൽ മാത്രം വിവാഹം നിശ്ചയിക്കപ്പെട്ട ഇത് ആലോചിച്ച് ആസൂത്രണം ചെയ്ത് എടുത്തിരിക്കുകയാണ്. നമ്മുടെ സെക്രട്ടറിയാണ് അരവിന്ദിന് കിട്ടിയിരിക്കുന്ന ഫ്രണ്ട്. അപ്പോൾ ആ സെക്ഷനും അവിടെ അവസാനിച്ചു. അടുത്ത് തുടങ്ങാം. അടുത്ത് ആരാണ് പുറത്ത് സമ്മാനം കിട്ടാതെ കൈമാറാൻ പറ്റുക? അരവിന്ദിനെയാണ് ഫ്രണ്ടായിട്ട് കിട്ടിയിരിക്കുന്നത്. അവിടെ ഇനി ഇവിടെ ക്രിസ്മസ് ഫ്രണ്ടിന് നമ്മുടെ ശ്രീദേവിയിൽ നിന്നും ബിന്ദു ക്ലിയൂർ അതാണ്ട് സാധനമുണ്ട്. ശ്രീദേവി 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 അപ്പൊ ആ സെക്ഷൻ അവിടെ അവസാനിക്കുന്നു. നമ്മുടെ ബസീലി തുണ്ടെടുത്തിട്ടില്ല. അപ്പൊ അടുത്ത് ബസീലി എടുക്കുകയാണ്. രതീഷ് കുമാർ അപ്പൊ ആ സെക്ഷൻ അവിടെ തീർന്നു. അടുത്ത് നമ്മുടെ ബീന, തൊഴിലുറപ്പ് സെക്ഷനിലെ ബീന മുന്നോട്ട് വരുന്നു. രജിതകുമാരി വനജ ടി, പന്നിമല വാർഡിലെ ഹരിതകർമ്മ സേനാംഗം, ADS അംഗം. അമ്പിളി മറ്റേ അമ്പിളിയുടെ കഴിഞ്ഞു നേരത്തെ. അപ്പൊ അമ്പിളിയുടെ എണ്ണം കൂടുതലാണ്. ബീന ബീന നമ്മുടെ ആ സെക്ഷൻ അപ്പൊ അടുത്ത് അവസാനിച്ചിരിക്കുകയാണ്. അടുത്തൊരാൾ ഓടി വരിക. അമ്പിളി അമ്പിളി സുനിൽ കുമാർ പഞ്ചായത്ത് നമ്മുടെ ലൈബ്രറിയനാണ്. കണ്ടെത്തുകയാണ്. സജിത വിയോ ജനൽ റോസ് വന്നെത്തേണ്ട താമസം. സമ്മാനമെല്ലാം വാങ്ങി നിൽക്കുക. ലിജി മാനു നമ്മുടെ ഏസിനെ കണ്ടില്ല. സജിതാജി
ഇതുവരെ വിളിക്കാത്ത പേരിൽ കിടക്കുന്നില്ല. ഓടി വരിക, ഓടി വരിക. ഏതാനും തുണ്ടുകൾ മാത്രം. സൗമ്യ, സൗമ്യ ഏസിന്റെ സമ്മാനം വാങ്ങിയിട്ട് വന്നില്ല. ഏതാനും തുണ്ടുകൾ മാത്രം. ഇതിൽ കോടീശ്വരൻ ആരാന്ന് അവസാനം അറിയാം. ഒരു മോന്റെ സ്വന്തം അവസാനം. ഷൈനി CS. ഷൈനി കണ്ടാ? ഷൈനി കാട്. ശ്രീലത S. ഓടിയാ? ഇനി നറുക്കെടുക്കാനുള്ളവര് ദയവായിട്ട് മുന്നിലേക്ക് വന്ന് നിൽക്കുക. നമ്മുടെ AS കടന്നു വരികയാണ്. ASനുള്ള സമ്മാനം കൊടുക്കാൻ നമ്മുടെ സുനിലിനെ ഉത്തരവാദിത്വങ്ങളുള്ള വ്യക്തികൾ തന്നെയാണ്. മാത്രമാണ് ഈ കുപ്പിക്കകത്തുള്ളത്. ഷിജു ശേഖർ നമ്മുടെ പുതിയ സ്റ്റാഫാണ്. സൗമ്യ. അടുത്ത സെക്ഷൻ ഇവിടെ തീർന്നിരിക്കുന്നു. അടുത്തൊരു തുണ്ടെടുക്കാൻ കിരൺ. രതീഷ്. അമ്പിളി മാനൂർ. ആ സെക്ഷൻ അവിടെ തീർന്നു. അടുത്ത് തുണ്ടെടുക്കാനുള്ള മുന്നിലേക്ക് വരിക. അവരവരുടെ പേര് കിട്ടും. വസന്തകുമാരി. വസന്തകുമാരി ഉണ്ടാ? മൂന്ന് തുണ്ടുണ്ട്. ലതിക. അവസാന നിമിഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മള്. മോളി. കുമാരി വിജയകുമാരി. ഇനി ആർക്കെങ്കിലും തന്റെ ഫ്രണ്ടിനെ കണ്ടെത്താതെ ആയിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിനെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഇതിനൊരു ഐതിഹ്യമുണ്ട്. വരുന്ന ഡിസംബർ ക്രിസ്മസ് പുലരി വരെ ഈ ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി എല്ലാ ദിവസവും മറക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതെല്ലാവരും നന്നായി നിർവഹിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പ്രസിഡന്റ് പറഞ്ഞത് 2026 ജനുവരി 1 വരെ അത് നീട്ടിയിരിക്കുന്നു. അല്ല, അടുത്ത വർഷം ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ നല്ല രീതിയിൽ ആക്കാൻ വേണ്ടി സഹകരിച്ച എല്ലാ അംഗങ്ങൾക്കും ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ CD ആയിട്ട് ശ്രീമതി സിന്ധു. പ്രിയമുള്ളവരെ, ഇന്നിവിടെ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിച്ചു. CDSന്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്.
കാരണം കഴിഞ്ഞ ഓണത്തിന് നമ്മൾ പഞ്ചായത്തുകാരോടൊപ്പം കൂടാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ പേരിൽ വളരെ സന്തോഷം. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ജനപ്രതിനിധികൾക്കും എല്ലാവർക്കും അതിന്റെ പേരിൽ നന്ദി പറയുന്നു. പിന്നെ CDSന്റെ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ഹരിതകർമ്മസേനയുടെ എന്നതിനേക്കാളും പഞ്ചായത്തിലൊരു ആഘോഷം നടത്തുമ്പോൾ എല്ലാവരും കൂടി ഇതുപോലൊരു ആഘോഷമാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവർക്കും സന്തോഷമുണ്ട്. ഏറ്റക്കുറച്ചിലില്ലാതെ എല്ലാവരും ഒരുപോലെ ഇരിക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ഇതുപോലൊരു ആഘോഷ പരിപാടി. അപ്പോ ക്രിസ്മസിനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല, പെട്ടെന്ന് തന്നെ വിളിച്ചപ്പോൾ എന്ത് പറയണമെന്നേ തോന്നിയില്ല. എങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഏറ്റവും നല്ല ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ വരുന്ന ന്യൂ ഇയറും അഡ്വാൻസ് ആയിട്ട് ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ഇനി നമ്മുടെ ക്രിസ്മസിൻ്റെതല്ല ഒരു പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. സ്നേഹ ബഹുമാനമുള്ള പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് പ്രിയമുള്ളവരെ, വളരെ ഗംഭീരമായ ഒരു ക്രിസ്മസ് ആഘോഷമാണ് നമ്മളിവിടെ ഇന്ന് അനുഭവിച്ചറിഞ്ഞത് അല്ലേ. എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു കുടുംബം പോലെ വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്നത്തെ ഈ ക്രിസ്മസ് ആഘോഷ വേളയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്ത എല്ലാവരും ജയന്തി മെമ്പർ പറഞ്ഞതുപോലെ എല്ലാവരും ഒരു വർഷം ആ ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. എല്ലാവരും ഓർക്കുമല്ലോ അല്ലേ? അപ്പം എല്ലാവർക്കും ഇന്ന് എത്തിച്ചേരുന്ന എല്ലാവർക്കും, പിന്നെ ഇങ്ങനെ ഒരു ആഘോഷം പ്ലാൻ ചെയ്ത് എല്ലാവരെയും ക്ഷണിച്ച പ്രസിഡന്റ്, നമ്മുടെ മറ്റ് സഹമെമ്പർമാര്, സ്റ്റാഫുകളുണ്ട്, ഹരിതകർമ്മസേന അംഗങ്ങള്, CDS, എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യം നിർവഹിക്കുന്നു. ഇനി നമ്മൾ വിഭവസമൃദ്ധമായ സദ്യയിലേക്ക് പോകുന്നുണ്ട്. അതിനു മുമ്പായിട്ട് മറ്റൊരു സദ്യ വിളമ്പാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു ഗാനം നമ്മുടെ പ്രതീഷ് സാർ ഇടുന്നതാണ്. ആ ഗാനത്തോടൊപ്പം നൃത്ത ചുവടുകൾ വയ്ക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും അതിനൊരു അവസരമുണ്ട്. അതിനുശേഷമായിരിക്കും നമ്മൾ വിഭവസമൃദ്ധമായ സദ്യ കഴിക്കുന്നത്. അപ്പൊ എല്ലാവരെയും ഈ ഒരു ഡാൻസിലേക്ക് ഏറ്റവും സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുകയാണ്.